നമസ്കാരം. പെട്രോളിൽ എഥനോൾ ചേർത്ത് ഇന്ധന ഉപയോഗത്തിൽ ഇറക്കുമതിയുടെ ആശ്രയത്വം കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. പൂർണ്ണമായും തന്നെ എഥനോൾ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന കാറുകളും ഇന്ധനത്തിനായി പ്രത്യേക പമ്പുകളും വിപണിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പദ്ധതിക്ക് പ്രോത്സാഹനമായി 85% എഥനോൾ കലർന്ന ഇന്ധനത്തിന് നികുതി കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇങ്ങനെ വില കുറഞ്ഞ ഇന്ധനമാണോ അതോ പെട്രോൾ ആണോ ലാഭകരമെന്ന് പലർക്കും സംശയമുണ്ടാകാം. പെട്രോൾ വിലയുടെ 70% വിലയിൽ എഥനോൾ ഇന്ധനം ലഭിച്ചാൽ മാത്രമേ ലാഭകരമാകൂവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എഥനോളിൽ പെട്രോളിനെ അപേക്ഷിച്ച് ഊർജ്ജ സാന്ദ്രത കുറവാണ് എന്നതാണ് ഇതിന് പ്രധാന കാരണം. സാധാരണ പെട്രോൾ കാറുകളിൽ ഉയർന്ന അളവിൽ എഥനോൾ മിശ്രിതമുള്ള ഇന്ധനം ഉപയോഗിച്ച് ഓടിക്കാവുന്ന രീതിയിൽ മാറ്റം വരുത്താനുള്ള എഥനോൾ കൺവെൻഷൻ കിറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചാൽ 15,000 രൂപയിൽ താഴെ മാത്രമേ ചിലവ് വരികയുള്ളൂ എന്ന് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം കിറ്റുകൾക്ക് 40,000 മുതൽ 60,000 രൂപ വരെ വിലയുണ്ട്. എന്നാൽ പ്രാദേശികമായി ഉൽപാദനം ആരംഭിക്കുന്നതോടെ വില ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ISMA ഡയറക്ടർ ജനറൽ ദീപക് ബല്ലാനി വ്യക്തമാക്കിയത്. IIT ഡൽഹിയുമായി ചേർന്ന് ISMA നടത്തിയ ശാസ്ത്രീയ പഠനത്തിൽ പഴയ BS4, BS6 പെട്രോൾ കാറുകളിൽ ഇത്തരം കിറ്റുകൾ ഘടിപ്പിച്ച് നടത്തിയ പരീക്ഷണം വലിയ വിജയകരമായിരുന്നു. ഫിൻലാൻഡ് ആസ്ഥാനമായുള്ള ഇഫ്ലെക്സ് ഫ്യൂവൽ കിറ്റുകൾ ഉപയോഗിച്ച് മാരുതി സ്വിഫ്റ്റ് ഡിസയർ എന്നീ ജനപ്രിയ മോഡലുകളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഈ വാഹനങ്ങളിൽ E15 മുതൽ ഇന്ധനത്തിൽ 100% എഥനോൾ അടങ്ങിയ E100 വരെയുള്ള വിവിധ അളവിലുള്ള മിശ്രിതങ്ങൾ ഉപയോഗിച്ചു. പരീക്ഷണത്തിനൊടുവിൽ എൻജിൻ തകരാറുകളോ മറ്റ് അസ്വാഭാവികതകളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്ധനത്തിലെ എഥനോളിന്റെ കൃത്യമായ അളവ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സ്വയം ക്രമീകരിക്കാൻ ഈ അത്യാധുനിക കിറ്റുകൾക്ക് സാധിക്കും. എങ്കിലും നിലവിൽ ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനുള്ള അനുമതിയായിട്ടില്ല. പ്രാദേശികമായി നിർമ്മിക്കുന്ന കിറ്റുകൾക്ക് ഓട്ടോമോട്ടീവ് ടെസ്റ്റിംഗ് ഏജൻസികളുടെയും വാഹന നിർമ്മാതാക്കളുടെയും കർശനമായ പരിശോധനയും നിയമപരമായ അംഗീകാരവും ആവശ്യമാണ്. ഇതിനായുള്ള കൃത്യമായ മാർഗരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട് ISMA ബന്ധപ്പെട്ട സർക്കാർ അധികാരികൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്ത് നിലവിലുള്ള ദശലക്ഷക്കണക്കിന് വാഹന ഉടമകൾക്ക് പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ വാങ്ങാതെ തന്നെ കുറഞ്ഞ ചെലവിൽ ഉയർന്ന എഥനോൾ മിശ്രിതങ്ങൾ ഉപയോഗിക്കാൻ അവസരമൊരുങ്ങുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൊയ്ത്തിന് ശേഷം കർഷകർ പാടത്ത് ശേഷിക്കുന്ന വൈക്കോൽ വലിയ തോതിൽ കത്തിക്കുന്ന പതിവുണ്ട്. ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ വലിയ വായു മലിനീകരണത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. എന്നാൽ ഇന്ത്യയുടെ 2G എഥനോളിന്റെ പ്രധാന അസംസ്കൃത വസ്തുക്കളിൽ ഒന്ന് ഈ വൈക്കോലാണ്. ഇത് കമ്പനികൾ വിലയ്ക്ക് വാങ്ങുന്നത് കർഷകർക്ക് അധിക വരുമാനവുമാകും. കൂടാതെ മലിനീകരണം കുറയുകയും ചെയ്യും.